നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓംലെറ്റിൻ്റെയും മുട്ട പുഴുങ്ങിയതിൻ്റെയും വെള്ളം ഇനി വലിച്ചെറിയരുത്. നമുക്ക് ഒരുപാട് പണം ലാഭിക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ ഈ മുട്ടത്തോട് കൊണ്ട് ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇലച്ചെടികൾ നന്നായി തഴച്ചു വളരുവാനും പൂച്ചെടികൾ നന്നായി പൂവിടുവാനും ഈ വീഡിയോയിൽ പറയുന്ന 6 കാര്യങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടാതിരിക്കില്ല. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മുട്ട നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുക എന്നതാണ്. ഓംലെറ്റ് അടിക്കുകയും ബുൾസ് അടിക്കുകയും ചെയ്യുന്ന മുട്ടയുടെ തോടൊക്കെ ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇട്ട് വയ്ക്കുക. കഴുകിയിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അതിൽ പുഴുക്കളുണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മുട്ടത്തോട് കുറച്ച് അധികമാകുമ്പോൾ അത് വെയിലത്ത് വെച്ച് ഉണക്കി മിക്സിയിൽ പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്ക് ചെടിയുടെ ചുവട് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം മാത്രം മുട്ടയുടെ തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളമൊഴിക്കാൻ ശ്രദ്ധിക്കുക. ചെടികൾക്ക് മാത്രമല്ല, തക്കാളി, മുളക്, പച്ചക്കറികൾക്ക് എല്ലാം ഇത് പൊടിച്ചിട്ട് കൊടുക്കുന്നത് നന്നായി തഴച്ചു വളരുവാനും പൂക്കൾ ഉണ്ടാകുവാനും സഹായിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ? കമൻറ്റായി രേഖപ്പെടുത്തൂ. ഇത് നമ്മുടെ ഒരു മുളകാണ്. ഇതിൽ ധാരാളം മുളകുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ കുറച്ചൊക്കെ പഴുത്ത് ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് ഇതിൽ നിറയെ മുളക് ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മുട്ടയുടെ തോട് പൊടിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നന്നായി മിക്സിയിൽ ഇട്ട് പൊടിക്കുക, അല്ലാതെ ഇതുപോലെ ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ നേരിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം വേഗം മണ്ണിൽ ലഭിക്കത്തില്ല, കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ചെടികൾക്ക് അതിൻ്റെ ഗുണം വേഗം ലഭിക്കണമെങ്കിൽ നമ്മൾ മിക്സിയിൽ ഇട്ട് പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പാറ്റകളെയും ഉറുമ്പുകളെയും തുരത്താം. ഈ ചട്ടിയിൽ ഒരു ഉറുമ്പ് നീങ്ങിപ്പോകുന്നത് കാണാമെന്ന് കരുതുന്നു, ഒരു കറുത്ത ഉറുമ്പ്. ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറുമ്പ് ശല്യം ഉണ്ടാകത്തില്ല. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ഒച്ചിനെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇതുപോലെ കൈ കൊണ്ട് പൊടിച്ച് ഇട്ട് കൊടുക്കുക, അല്ലാതെ ഇതുപോലെ പൊടിക്കരുത്. ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ശരീരത്ത് മൂർച്ചയേറിയ ഭാഗങ്ങൾ കൊള്ളും. അതുകൊണ്ട് തന്നെ അത് പിന്നെ വരത്തില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വളവുമായി, എന്നാൽ ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവുകയുമില്ല. ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. മുട്ട പുഴുങ്ങിയ ശേഷം ആ വെള്ളം ഒരു ദിവസം നമ്മൾ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുക. പിറ്റേ ദിവസം അത് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്ത് നമുക്ക് ചെടിയുടെ ചുവട്ടിലും ഇലകളിലും ഒഴിച്ചു കൊടുക്കാം. മണി പ്ലാന്റ് പോലെയുള്ള ചെടികൾക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നന്നായി തഴച്ച് വളരും. ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് കമ്പോസ്റ്റിൽ നമുക്ക് മുട്ടത്തോട് ഇട്ട് കൊടുക്കാം. കമ്പോസ്റ്റ് മുട്ടത്തോട് പൊടിച്ചിടുകയാണെങ്കിൽ കമ്പോസ്റ്റ് മണ്ണിൻ്റെ ഗുണനിലവാരം കൂടും. അതുവഴി നമ്മൾ ഈ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തരം ചെടികൾക്കും വളം നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുകയും നന്നായി തഴച്ച് വളരുകയും ചെയ്യുന്നതായി കാണാം. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്. എല്ലാ തരം ചെടികൾക്കും നമുക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാം.